ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എല്ലാവരുടെ ഉള്ളിനും ഒരു അകമുണ്ട് എന്ന് സാധാരണ പറയാറുണ്ട്. നമ്മൾ ആളുകളെ പൊതുവെ കാണുമ്പോൾ വിട്ടുനിന്ന് നമ്മൾ അവരോട് പെരുമാറുന്ന സമയത്ത് നമുക്ക് അവരെ കുറിച്ചൊരു ധാരണയുണ്ടാവും. പിന്നീട് അടുത്ത് ഇടപഴകുന്ന കുടുംബാംഗങ്ങൾ തമ്മിലും സുഹൃത്തുക്കൾ തമ്മിലുമാണ് എങ്കിലും കുറച്ചുകൂടെ അടുത്ത ഒരു ബന്ധം, ഒരറിവ് അവരെ കുറിച്ച് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. എന്നാൽ ആ കുടുംബാംഗങ്ങൾക്കും ഒരു വേള സ്വന്തം ഭാര്യയ്ക്കും അതുപോലെ തന്നെ മക്കൾക്കും മാതാപിതാക്കൾക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവരുടെ ഉള്ളിനകത്തേക്ക്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഉള്ളിനും ഒരു അകമുണ്ട് എന്ന് പറയാനുള്ളതാണ്. അതിൻ്റെയും അകത്ത് അവർ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ ഉണ്ട്. അത്തരം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും മാനസിക സംഘർഷങ്ങളും ഒക്കെ ഏറെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും അത് കേൾക്കാൻ പോലും, അത് പറയാനും കേൾക്കാനും പോലും സമയമില്ലാത്ത സാഹചര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരുടെയും വിഷമവും ബുദ്ധിമുട്ടും അവരുടേത് മാത്രമായി മാറുകയും അത് പിന്നീട് പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ വലിയ പ്രയാസങ്ങളിലേക്ക് അത് എടുത്തെറിയപ്പെടുകയും ഒക്കെ ചെയ്തു വരുന്നുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിലുള്ള ഒരു കണക്ക് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ ഇന്ന് ആത്മഹത്യകൾ വർദ്ധിക്കുന്നുണ്ട്. ആ വർദ്ധിക്കുന്നതിൽ തന്നെ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണ് എന്നും ആ പുരുഷന്മാരിൽ തന്നെ ഒരു 30 വയസ്സിന്റെയും 50 വയസ്സിന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാർക്കിടയിൽ അത് വർദ്ധിക്കുന്നു എന്നതാണ്. അതിന് പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. മാനസികമായ പ്രശ്നങ്ങളുണ്ട്, ഡിപ്രഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ ഒരു വലിയ പ്രശ്നമായി പിന്നീട് വിലയിരുത്തപ്പെടുന്നത് ആർക്കും അറിയാത്ത കുറെ കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അയാൾക്കുണ്ടായിരുന്നു, ആ കുടുംബത്തിനുണ്ടായിരുന്നു എന്നാണ്. ചില കുടുംബങ്ങളൊക്കെ മക്കളോടുള്ള ഇഷ്ടം കാരണം, അങ്ങേയറ്റത്തെ താല്പര്യം കാരണം, സ്നേഹം കാരണം മക്കളെ പോലും കൊന്നുകളയുന്ന സാഹചര്യവും വർദ്ധിച്ചു വരുന്നുണ്ട്. അതാണ് ഈ കുടുംബ ആത്മഹത്യകളിലേക്കൊക്കെ നയിക്കുന്നത്. അതായത് തീരാത്തത്ര ലക്ഷക്കണക്കിന് രൂപ കടം വരികയും അത് തീർക്കാൻ സാധ്യമാകാതെ വരികയും അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടാവും, അപ്പോൾ അത് മക്കൾക്ക് പിന്നീട് ബുദ്ധിമുട്ടാവും, അപ്പൊ എന്നാൽ കുടുംബസമേതം മരിക്കാം എന്ന് തീരുമാനിക്കുന്നതിന്റെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇവിടെ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നമ്മൾ ശ്രദ്ധിക്കുകയും അതിൽ പരിഹാരത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിൽ ആദ്യം വേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം പ്രയാസങ്ങൾ അറിയാൻ ശ്രമിക്കുക എന്നതും അത് പ്രശ്നമുള്ളവർ പറയാൻ ശ്രമിക്കുക എന്നതും കേൾക്കുന്ന ആളുകൾക്ക് അത് പരിഹരിക്കാൻ എത്ര അറ്റം വരെ പോകാൻ കഴിയുമോ അത്രയും അറ്റം അതിന് പരിഹരിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ്. കാരണം നമ്മൾ വേറൊരാളെ സഹായിച്ചാൽ അതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ സഹായിക്കുന്നതാണ്. ദുനിയാവിലൊരു പ്രശ്നം ഒരാളുടേത് നമ്മൾ തീർത്തു കൊടുത്താൽ പരലോകത്തെ ഒരു പ്രശ്നം അള്ളാഹു നമ്മളുടേത് തീർത്തു തരുമെന്നാണ്. മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ. ദുനിയാവിൽ ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ പ്രശ്നത്തെ, പ്രയാസത്തെ, ക്ലേശത്തെ ഒരാൾ നീക്കിക്കൊടുത്താൽ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. നാളെ ഖിയാമത്തു നാളിൽ നമ്മുടെ ഒരു പ്രശ്നത്തെ ആ ഒരൊറ്റ കാരണത്താൽ അള്ളാഹു നീക്കി തരുമെന്നാണ്. അപ്പൊ മറ്റൊരാൾ നമ്മൾ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് മാത്രമല്ല അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, അത് ചെയ്യുന്ന വ്യക്തിക്കും തന്നെ ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ സ്വസ്ഥമായ ഒരു ജീവിതം ഉണ്ടാകുമെന്നാണ്. വമൻ യസ്സറ അലാ മുഅസ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ബിദ്ദുനിയ വൽ ആഖിറ എന്നാണ്. ആരുടെയെങ്കിലും ഒരു പ്രയാസത്തെ എളുപ്പത്തിലേക്ക് ആക്കി കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി, അള്ളാഹു അവന്റെ മേൽ എളുപ്പമാക്കി കൊടുക്കും, ഫിദ്ദുനിയ വൽ ആഖിറ, അവന്റെ ദുനിയാവും ആഖിറവും എന്നാണ്. അപ്പൊ നമ്മുടെ ദുനിയാവും ആഖിറവും തന്നെ എളുപ്പമായി മുന്നോട്ട് പോകാൻ മറ്റുള്ളവരെ സഹായിക്കുക എന്നത് ഒരു ഉപാധിയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ മറ്റൊരാളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സമയം അത്രയും അള്ളാഹു നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അള്ളാഹുവിന്റെ നമ്മളെ ഏതെങ്കിലും ഒരു അടിമയുടെ പ്രശ്നത്തിൽ നമ്മൾ അതിൽ ഇടപെട്ടുകൊണ്ട് എത്രത്തോളം സഹായിച്ചു കൊണ്ടിരിക്കുന്നുവോ
ആ സമയം അത്രയും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും നീക്കിത്തരാൻ വേണ്ടി നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അപ്പോ ആരെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവരെ സാമ്പത്തികമായിട്ടാണെങ്കിൽ സാമ്പത്തികമായിട്ട്, വേറെ ഏതെങ്കിലും നിലക്കാണെങ്കിൽ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് കടം കൊടുത്തും സഹായം നൽകിയും അവരെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ മനുഷ്യന്മാരാണ് ഈ കടം വാങ്ങുക എന്നത് എന്തോ ഒരു കുറ്റകരമായ കാര്യമാണ്, ഒരു തെറ്റായ കാര്യമാണ്, മോശപ്പെട്ട കാര്യമാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. കാരണം സമ്പന്നർക്കും കടം വാങ്ങേണ്ടി വന്നേക്കാം. മനുഷ്യന്റെ സാഹചര്യം അങ്ങനെയാണ്. ഏതൊരു സാഹചര്യത്തിൽ എപ്പോഴാണ് ഒരാൾ നിവൃത്തികേടുള്ളവനാവുക എന്ന് പറയാൻ കഴിയില്ല. ഒരു യാത്ര പോയി, ആ യാത്രയിൽ നമ്മുടെ കയ്യിലുള്ളത് ആരെങ്കിലും കൊള്ളയടിച്ചു പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാത്തൊരു മനുഷ്യനായ അയാൾ മാറുകയാണ്. അയാൾ കൈ നീട്ടേണ്ടി വരും, ചോദിക്കേണ്ടി വരും. അങ്ങനെ ജീവിതത്തിൽ പ്രത്യേക ഘട്ടങ്ങൾ നമുക്കൊക്കെ വരാം. അതുകൊണ്ട് തന്നെ അങ്ങനെ കടം വാങ്ങേക്കാം. അങ്ങനെ വാങ്ങുന്ന സമയത്ത് അത് കൊടുക്കുകയും ഇനി അയാൾക്ക് ആ സമയത്ത് തരാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അല്പം അതിന് സാവകാശം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു കടക്കാരനെ തേടി ചെല്ലുമ്പോൾ കടക്കാരൻ അദ്ദേഹത്തെ പേടിച്ച് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. കാരണം പൈസ കൊടുക്കാനല്ല, പിന്നെ ഒന്നും പറയാനുമില്ല, മറുപടി കുറെ പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹത്തെ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് പുറത്തേക്ക് വന്നില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി. പിന്നെ ഒരു ദിവസം അങ്ങാടിയിൽ വെച്ചുകൊണ്ട് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി. അപ്പൊ ആ സമയത്ത് എന്താ നീ കാശ് വാങ്ങിയിട്ട് തരാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു, ഞാൻ വളരെ വലിയ ഞെരുക്കത്തിലാണ്, എനിക്ക് നിങ്ങളുടെ കടം ഞാൻ വിചാരിച്ചതുപോലെ തന്നു തീർക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോ ഖത്താദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വല്ലാഹി അള്ളാഹുവാണ് സത്യം, ശരിയാണോ നീ പറയുന്നത്? നിനക്ക് കഴിയാത്തത് കൊണ്ട് തന്നെയാണോ? സത്യമാണോ പറയുന്നത്? ആ ചോദ്യം വളരെ പ്രധാനമാണ്. സത്യമാണോ എന്നാണ്, അതോ കബളിപ്പിക്കാൻ പറയാണോ, അതോ സത്യമാണോ? അപ്പൊ ആ കടക്കാരൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ പറയുന്നത് സത്യമാണ്, എനിക്ക് ചെയ്യാൻ കഴിയണില്ല, അതുകൊണ്ടാണ് ഞാൻ തരാത്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, യഖൂലു, എന്താണ്, മൻ സറഹു അൻ യുൻജിയല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ ഫൽയുനഫിസ് അൻ ഉൽസിരിൻ ഔ യള അൻഹു, അന്ത്യനാളിലെ ദുഃഖങ്ങളിൽ നിന്ന് അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തുന്നത് ആർക്കെങ്കിലും സന്തോഷമാണെങ്കിൽ അവൻ ഞെരുക്കക്കാരന് ആശ്വാസം നൽകുകയോ അത് വിട്ടുകൊടുക്കുകയോ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഞാൻ അല്പം സാവകാശം തരാം എന്ന് പറയുകയാണ്. അപ്പൊ അതിൽ ആ സാവകാശം കൊടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താ? ഇങ്ങനെ സാവകാശം കൊടുക്കുകയാണെങ്കിൽ അന്ത്യനാളിലെ ദുഃഖത്തിൽ നിന്ന് പടച്ചോൻ നമ്മളെ കാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? കടക്കാരൻ ആശ്വാസം കൊടുക്കുക എന്നത് കടം വീണ്ടും കൊടുത്തതുപോലെ പുണ്യകരമായ കാര്യമാണ്. നമ്മുടെ പ്രയാസങ്ങൾ തീരാൻ കാരണമാണ്. അത് നമ്മുടെ വെട്ടിയിലോ നമ്മുടെ ബാങ്കിലോ കിടക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് ആ ഗുണം കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതിന് അങ്ങനെ ഒരു ഹൈറുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ ഈ വിട്ടുകൊടുത്താലോ അത് നമ്മളെ പാപങ്ങൾ പോലും പൊറുക്കാൻ കാരണമാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആ വിഷമവും പ്രയാസവും ഉള്ള ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എന്താണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുക അത് പരസ്പരം ചെയ്താൽ തന്നെ ഒരുപാട് ആളുകൾ മറ്റു ബാങ്കിലേക്കും ലോണിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും ഒക്കെ പോകാതിരിക്കുവാൻ വലിയൊരു കാരണമാകുന്നത്. ആ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കടം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൾ ആവശ്യത്തിനല്ല അത്യാവശ്യം വരുമ്പോൾ മാത്രമേ കടം വാങ്ങാൻ പാടുള്ളൂ എന്നാണ്. അതായത് ജീവിതത്തിൽ 3 ഭാഗങ്ങളാണുള്ളത്. 1 അത്യാവശ്യം, 2 ആവശ്യം, 3 അനാവശ്യം. അതിൽ അത്യാവശ്യ കാര്യങ്ങൾ ബ്ലോക്ക് ആകുമ്പോൾ, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടായിട്ട് ആ അസുഖം ചികിത്സിക്കാൻ കാശ് തികയാതെ വരുന്നു, തന്റെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പരിമിതമായ ഒരു വീടുണ്ടാക്കി താമസിക്കാൻ കഴിയാതെ വരുന്നു, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ തനിക്കൊരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം തന്റെ അത്യാവശ്യങ്ങളിൽ ഞെരുങ്ങുമ്പോഴാണ് ഒരാൾ കടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടക്കേണ്ടത്. എന്നാൽ അനാവശ്യ കാര്യങ്ങൾക്ക് കടം നല്ല അവന്റെ ഹലാലായ സമ്പത്ത് തന്നെ ചെലവഴിക്കാനും പാടില്ല. ഈ ഒരു തോതാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ സുതാര്യമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ആയത്തുദ്ദൈൻ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഏറ്റവും വലിയ ആയത്ത് അതാണ്. കടത്തിന്റെ ആയത്ത് എന്നാണ് ആയത്തിന്റെ പേരിന്.
എന്തിനാ അത്ര വലിയൊരു ഏകദേശം ഒരു പേജ് ഉണ്ട് സൂറത്ത് ബഖറയിൽ, അത് കാണാൻ പറ്റും. അതിന് കടം കൊടുക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, എഴുതി വെക്കേണ്ടത്, അതിന്റെ സാക്ഷികൾ, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് അന്യരായ അല്പം പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ കരാറുകളൊക്കെ എല്ലാവരും ചെയ്യും. പക്ഷേ അടുത്തടുത്ത് വരും തോറും ഈ കരാറിന് യാതൊരു വകുപ്പും ആരും കൊടുക്കാറില്ല. അതാണ് നമ്മൾ തമ്മിലല്ലേ എന്നാ, കുടുംബങ്ങൾ തമ്മിലല്ലേ, അയൽവാസികൾ തമ്മിലല്ലേ, അല്ലെങ്കിൽ വാപ്പി മകനും തമ്മിലല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അകലെയുള്ളവരുമായിട്ടാണ് നമ്മൾ സാമ്പത്തിക ഇടപാട് നടത്തുന്നതെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ തന്നെ ആ ബന്ധം മാത്രമേ വഷളാവുകയുള്ളൂ. എന്നാൽ അടുത്തുള്ളവരുമായിട്ടാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ നടത്തുന്നതെങ്കിൽ ഈ ഒരൊറ്റ പ്രശ്നത്തിനോട് ഒരു 10,000 രൂപന്റെ കേസായിരിക്കും ആകെ. ആ 10,000 രൂപയുടെ കേസോടുകൂടി കുടുംബ ബന്ധമാണ് അവിടെ ശിഥിലമാകുന്നത്. ആലോചിച്ച് നോക്കുന്നു, എന്തേ കാര്യം? അത് കൊടുത്തപ്പോ ഇത്ര കൊടുത്തു എന്ന് ഒരാൾ പറഞ്ഞു, വാങ്ങിയ ആള് പറയണം അത്ര തന്നിട്ടില്ല, എന്റെ ഓർമ്മ പെശകാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, പിന്നെ എവിടെയാണത്? രണ്ടാക്കും സംശയമാണ്, ഒരു കാലത്ത് തീരൂല. എന്തേ പ്രശ്നം പറ്റിയത്? രണ്ടാളും കുറ്റക്കാരാണതിൽ. അത് ആ സമയത്ത് എഴുതി രേഖപ്പെടുത്തുക, മൂന്നാമത്തെ ഒരു കക്ഷി അത് അറിയുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരൻ, നമ്മളൊരാളേക്കും 25,000 റുപ്യ കാശ് വാങ്ങിയാണ് പോക്കറ്റിലിട്ട് വന്നു. ആ പോക്കറ്റ് പിന്നെ ഷർട്ട് അവിടെ തൂക്കി വെച്ചു. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങാൻ പോയി. നേരം വെളുക്കുമ്പോൾ വിളിച്ചു നോക്കുമ്പോൾ ആൾ ഇളകണില്ല, മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസം കൂടി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ആ 25,000 രൂപ എന്താന്ന് ഭാര്യക്ക് അറിയില്ല, മക്കൾക്ക് അറിയില്ല, ആർക്കും അറിയില്ല. അവരെടുത്ത് ചെലവാക്കും. അത് ആരേക്കൊന്നോ വാങ്ങിയതാണ്, ആർക്ക് കൊടുക്കാൻ, ആർക്കും അറിയാൻ പറ്റുക. ഒരു മൂന്നാം കക്ഷിനോട് അത് പറഞ്ഞ് കൃത്യമായി ചെയ്തിക്കുകയാണെങ്കിലോ ഒരു പ്രശ്നമില്ല. അയാൾ പറയുന്നത് ഇന്നലെ എൻ്റെയൊക്കെ നിങ്ങളുണ്ട്, ഇന്നലെ ഞാൻ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് പറയില്ലേ. മനുഷ്യന്റെ കഥ എത്രയോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ്. അതുപോലെ തന്നെ പറഞ്ഞ സമയത്ത് അത് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതിന് കഴിയില്ല എങ്കിൽ ആ വിവരം കൃത്യമായി അറിയിക്കുക. അതൊരു വളരെ വലിയ മാന്യതയുടെ അടയാളമാണ്. അതല്ലാതെ ആ ആളെ കാണുമ്പോൾ മിണ്ടാതെ നടക്കുക, മാറി നടക്കുക, വേറെന്തെങ്കിലും ന്യായങ്ങൾ പറയാം, അങ്ങനെയല്ല. ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദിവസം ഇന്നതാണ്, അത് എത്തിയിരിക്കുന്നു, എന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്, എനിക്ക് നിങ്ങൾ ഇളവ് തരണം. ഇത് ആവശ്യപ്പെടുക എന്നതാണ് മാന്യം. ബാക്കിയുള്ള ദിവസം സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ? അത് അയാളെ ഫോണ് വരുമ്പോൾ ഓഫാക്കേണ്ട കാര്യമുണ്ടോ? ആ രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു വരണം. ഇത് ഇങ്ങനെ ഈ കാര്യങ്ങൾ പാലിച്ചാലുള്ള സുഖം എന്താ അറിയോ? അള്ളാന്റെ ബർക്കത്ത് അയാൾക്കുണ്ടാവും, കാവലുണ്ടാവും. ഇത് പാലിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അയാളെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഒരാൾ തിരിച്ചു കൊടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി, അപ്പോഴോ അദ്ദല്ലാഹു അൻഹു, അള്ളാഹു അത് വീട്ടും, അള്ളാഹു അത് വീട്ടാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ ഒരാളെക്കൊന്ന് കാശ് അവന്റെ കയ്യിലുണ്ടാണ് വാങ്ങുക എന്ന നിലക്ക് പോയി വാങ്ങി, അങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിലോ അള്ളാഹു അവനെ നശിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ്. ആലോചിച്ചു നിങ്ങൾ. അപ്പൊ ഇത് അള്ളാന്റെ ഒരു ബർക്കത്ത് കിട്ടണമെങ്കിലും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോൾ ഒന്ന് ഞാൻ സൂചിപ്പിച്ചത്, പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കണം, അവർക്ക് കടമായി നൽകേണ്ടത് നൽകണം, അവർക്ക് സമയം നീട്ടി ചോദിച്ചാൽ അത് നീട്ടിക്കൊടുക്കണം. അതൊക്കെ വലിയ കാര്യമാണ്. വാങ്ങുന്ന ആളുകളും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് ഒരു കപ്പ് ഉപയോഗിച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ എത്ര തീർത്താലും തീരാത്ത കടത്തിന്റെ കുഴികൾ ഉണ്ടാക്കുന്ന ആളുകളും ഇന്ന് സമൂഹത്തിലുണ്ട്. അവര് നമ്മൾ ആ കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷെ അവിടെ ശ്രമം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം അയാൾ ആ കടത്തിന്റെ കെണിയിൽ പെടാനൊരു കാരണം ഉണ്ടായിട്ടുണ്ടാവും. അത് പലപ്പോഴും അത്യാവശ്യങ്ങൾക്കാവില്ല, അനാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ തന്റെ ആർത്തി കാരണമോ ഉണ്ടാക്കിയ കുഴികളായിരിക്കാം. അത് മിക്കവാറും ബാങ്കിലെ ലോണായിരിക്കും, ആധാരം കൊണ്ടുപോയി വെച്ചതായിരിക്കും, അല്ലെങ്കിൽ ബ്ലേഡിന് പണമെടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും അതുപോലെയുള്ള തട്ടിപ്പ് ആപ്പുകളിൽ നിന്ന് എടുത്തതായിരിക്കും. അത് എടുത്തതാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഏതാവശ്യത്തിനാന്ന് പോലും കുടുംബങ്ങൾക്കറിയില്ല. എന്നിട്ട് അതിന്റെ കുഴി വലുതായി വലുതായി വന്ന് അതിന്റെ പലിശ തലയിൽ കയറി വീട് ജപ്തി ചെയ്യാൻ വരുന്നു എന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇത് മറ്റുള്ളവരറിയുന്നതും അവരോട് അന്വേഷിക്കുന്നതും. അപ്പൊ നമ്മൾ അതിന്റെ വേരും കാര്യങ്ങളൊന്നും ചോദിക്കാതെ എത്രയാ കടം വേണ്ടത്, എത്രയാ ആവശ്യം, അത് മാത്രം കൊടുത്താൽ ഈ ആളുകൾ ഈ പരിപാടി അവസാനിപ്പിക്കൂല എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ ഏത് കുണ്ട് കുത്തിയാലും ഏത് കുഴി കുത്തിയാലും
അത് മണ്ണിട്ട് മൂടാൻ എനിക്ക് കുടുംബമുണ്ട്, അത് മണ്ണിട്ട് മൂടാൻ എന്റെ അയൽവാസികളുണ്ട്, അതിന്റെ കുറ്റം തീർക്കാൻ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, എന്റെ പൊളിറ്റിക്കൽ ബന്ധം അതിന് ഉപയോഗിക്കാൻ പറ്റും, എന്റെ മതപരമായ ബന്ധം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകും എന്ന ഒരു തോന്നലാണ് അയാൾക്ക് വരുന്നതെങ്കിൽ ഒരു കാലത്തും ഇവരത് അവസാനിപ്പിക്കുകയില്ല. അത് ഒരു പ്രശ്നം തീരുമ്പോൾ വേറെ പ്രശ്നത്തിൽ കൊണ്ട് ഒരാധാരം ഒരു ബാങ്കിൽ നിന്ന് എടുത്തിട്ട് അതിനേക്കാളും പലിശക്ക് വേറൊരു ബാങ്കിലാണ് കൊണ്ടുപോയി. ഈ പ്രശ്നം എവിടെ തീരുക? ആർക്കാ തീർക്കാൻ പറ്റുക? അപ്പൊ ഇത്തരം ആളുകളോട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ പ്രശ്നത്തിൽ അവരോട് സംസാരിക്കുകയും അയാളെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അയാൾക്ക് ജീവിതത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കുക എന്നതാണ്. അതായത് ആ ബാങ്കും പലിശയും ലോണുമായി ബന്ധപ്പെട്ട വിഷയം ഇനി നീ നിന്റെ ജീവിതത്തിൽ അവസാനിപ്പിക്കണം എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും ഇതുവരെയുള്ളത് തീർക്കാൻ ആദ്യം അദ്ദേഹത്തിന്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് ആദ്യം നോക്കണ്ടത്, എന്നിട്ടാ നാട്ടുകാർ നോക്കണ്ടത്. അവനവന്റെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ, അവനവന്റെ കയ്യിൽ വിൽക്കാനുള്ള മുതലുണ്ടെങ്കിൽ അത് ആദ്യം കൈകാര്യം ചെയ്തിട്ട് ബാക്കിയാണ് വേറുള്ളവരോട് അന്വേഷിക്കേണ്ടത്. അതല്ലാതെ സ്വന്തത്തിന്റെ പ്രോപ്പർട്ടിക്ക് ഒരു പരിക്കുമേൽക്കാതെ മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ട് മാത്രം തന്റെ ആർഭാടവും ആർത്തിക്കും കളമൊരുക്കുക എന്നത്, പരിഹാരമുണ്ടാക്കുക എന്നത് ശരിയായ നിലപാടല്ല. അവിടെയാണ് നമ്മൾ അതിന്റെ അപ്പുറത്താണ് കുടുംബങ്ങളും ആളുകളും ഒക്കെ ഇത് സഹായിക്കേണ്ടത്. ആ കാര്യം നമ്മൾ കൃത്യമായി അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുക? സഹായങ്ങൾ അയാളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടുക മാത്രമേ ചെയ്യുള്ളൂ. സാമ്പത്തിക സഹായം മാത്രമല്ല സഹായം എന്ന് പറയുന്നത്, ജീവിത കാഴ്ചപ്പാട് പകർന്നു കൊടുക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സഹായമാണ്. പണത്തോടുള്ള വിശ്വാസിയുടെ കാഴ്ചപ്പാട് നമ്മൾ ആദ്യം പഠിക്കണം, അത് വേറുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, കുടുംബത്തിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, വാപ്പാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ധാരണ ഉണ്ടാകും, അതിനാ ദീന് പഠിക്കണം എന്നൊക്കെ പറയും. ഇതൊന്നും ഇല്ലാതെ ലക്കും ലഗാനും ഇല്ലാതെ പോകുമ്പോഴാണ് അവസാനം എല്ലാ പ്രയാസത്തിലും ആളുകൾക്ക് പെട്ടുപോകുന്നത്. കാരണം ഇങ്ങനത്തെ ഒരാൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അയാൾ സമാധാനം മാത്രമല്ല പോവുക, ആ കുടുംബത്തിന്റെ മൊത്തം സമാധാനം പോകും, ആ കുടുംബം മുഴുവൻ അതിന് പ്രയാസപ്പെടും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി ഇനി നമ്മുടെ കുടുംബങ്ങൾ പരിഗണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? മുതലെന്ന് പറഞ്ഞാൽ, സ്വത്തെന്ന് പറഞ്ഞാൽ അത് പരീക്ഷണമാണ് എന്നാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, മക്കളും സമ്പത്തും നിങ്ങൾക്കൊരു പരീക്ഷണ വസ്തുവാണ് എന്നാണ്. അപ്പോ ഇത് കിട്ടുന്നതും പരീക്ഷണമാണ്, കിട്ടാതിരിക്കുന്നതും പരീക്ഷണം. കിട്ടിയാൽ അതെങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് പരീക്ഷണം. കിട്ടാതെ പോയാൽ അത് കിട്ടാൻ വേറെ വല്ല ചുളിവ് മാർഗ്ഗം സ്വീകരിക്കുന്നുണ്ടോ എന്നാ പരീക്ഷണം. അത് മക്കളെ കാര്യമാണെങ്കിലും സമ്പത്തിന്റെ കാര്യമാണെങ്കിലും. പിന്നെ മിതമായി കൈകാര്യം ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എത്ര കൃത്യമാണ് ആയത്ത് നോക്കൂ നിങ്ങൾ. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു. വിശ്വാസികളുടെ സ്വഭാവം പറയാം, അവര് ഇസ്റാഫ് കാണിക്കൂല, ധാരാളിത്തം കാണിക്കൂല, എന്നാ സമ്പത്ത് പിടിച്ചു വെക്കൂല. വകാന ബൈന ദാലിക ഖവാമ, അതിന്റെ രണ്ടിന്റെയും മധ്യമമായ ഒരു നിലപാടിലാണ് അവർ സമ്പത്ത് കൈകാര്യം ചെയ്യുക എന്ന്. ഒരു പക്ഷിയെ പിടിക്കുന്നത് പോലെ, ഉള്ളം കയ്യിൽ പിടിക്കുന്നത് പോലെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സാധാരണ പറയാറുണ്ട്. എന്താ, ഒരു പക്ഷിക്കുഞ്ഞിനെ നമ്മൾ കയ്യിലെടുത്ത് നന്നായി അമർത്തിയാൽ അത് ചത്തുപോകും, കൈ രണ്ടും തുറന്നു വെച്ചാൽ അത് പറന്നു പോകും. അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു പിടുത്തമാണ് പിടിക്കേണ്ടത് എന്ന്. ഇതുപോലെ സമ്പത്ത് മൂടി വെക്കാനും ആർക്കും കൊടുക്കാതെ, അത്യാവശ്യത്തിന് പോലും ചെലവഴിക്കാതെ, തനിക്ക് സമ്പത്തുണ്ടായിട്ട് മര്യാദക്കൊരു വസ്ത്രം ധരിക്കാതെ, മര്യാദക്കൊരു വീടുണ്ടാക്കാതെ, മര്യാദക്കൊരു വാഹനം ഉപയോഗിക്കാതെ ജീവിക്കേണ്ട ഇടങ്ങേറൊന്നുമില്ല. നമുക്കുള്ള ഞാമത്ത് നമ്മുടെ ശരീരത്തിൽ കാണാം, നമ്മുടെ വീട്ടിൽ കാണാം, നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ കാണാം. അതിന് യാതൊരു തടസ്സം ഇസ്ലാം പറയില്ല. അവനെ മുതലാകണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇസ്രാഫ് പാടില്ല, അതിൽ അമിതത്വം പാടില്ല, അത്രേ പറയുന്നുള്ളൂ. ഈ കാര്യമാണ് ഇസ്ലാമിന്റെ ഏറ്റവും കൃത്യമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, വരവും ചെലവും ഹറാമിൽ നിന്ന് മുക്തമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം പരലോകത്ത് 4 കാര്യങ്ങൾ ചോദിക്കാതെ ആദമിന്റെ സന്തതിയെ കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അതിലെ ഒരു കാര്യം പറഞ്ഞാൽ എന്താ അറിയോ? മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു. എവിടുന്നാണ് ഈ സ്വത്ത് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് അത് ചെലവഴിച്ചത്, അതിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടും അതിന്റെ വൗച്ചറും, അത് രണ്ടും പരിശോധിക്കുന്ന ഒരു ദിവസമാണ് നാളെ പരലോകം എന്ന് പറയുന്നത്. അത് ഇവിടെ മാത്രമല്ല വിശ്വസിക്കുക, എങ്ങനെയാണ് ഓരോ പൈസ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇവിടുന്ന് എല്ലാ ആളുകളെയും കബളിപ്പിച്ച് നമ്മൾ കൊണ്ടുപോയാലും അള്ളാഹുവിന്റെ മുമ്പിൽ അവിടെ വന്ന് കാൽപാദം മുന്നോട്ട് വെക്കണമെങ്കിൽ അത് പറഞ്ഞു കൊടുത്തേ പറ്റൂ. അവിടെ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, അവിടെ ആരും ഉണ്ടാവില്ല, അവനാൻ തന്നെ സഹിക്കേണ്ടി വരും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാന പലിശയുടെ ഒരു സംഗതി നമ്മുടെ ഭക്ഷണത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ സമ്പത്തിലോ ഒരു അണുമണി തൂക്കം പോലും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇന്ന് ഖേദകരമായൊരു വസ്തുത എന്താ വെച്ചാൽ, പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാട് ഒരു പ്രശ്നമല്ലാത്ത അവസ്ഥയിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്. എന്താ അതിനൊക്കെ മറുപടി? ഒറ്റ മറുപടി ഉള്ളൂ, ഇങ്ങനെ അല്ലാതെ ഈ കാലത്ത് നടക്കൂലെന്ന്.
ആ മറുപടി കൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും ഒന്നും ഹലാലാവില്ല. പലിശ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാ പറഞ്ഞ, ചുവന്ന തടാകത്തിൽ മനുഷ്യൻ ഇങ്ങനെ നീന്തി തുടിക്കുന്നതാണ്. തിളച്ച ചുവന്ന തടാകത്തിൽ നാളെ അവർക്ക് കിട്ടുന്ന ഒരു ശിക്ഷയാണത്. മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ആ പലിശയുടെ ഏറ്റവും ചെറിയ കുറ്റമായി ഉപമിച്ചത്. അപ്പൊ എത്ര അതിന്റെ ഗൗരവം ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ഒരിക്കലും തന്നെ നമ്മുടെ സമ്പത്തിന്റെ കാര്യത്തിൽ വരവിലുണ്ടാകാൻ പാടില്ല, ചെലവിലുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കാനും പാടില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ നിങ്ങളൊരു 80%, 90% കേസുകൾ പഠിച്ചു നോക്കി ഈ വിഷയത്തിൽ. ആളുകൾ പ്രതിസന്ധിയിലെത്തുന്നത് ഒരു നേരം ഭക്ഷണത്തിന് വകയില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ മര്യാദക്ക് ഒരു ഡ്രസ്സ് ഇടാനില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവനവന്റെ ആകാശക്കോട്ടക്കുമ്പക്ക് എത്താത്തത് കൊണ്ടാണ്. നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മതി, വിഷയം പഠിച്ചു നോക്കിയാൽ മതി. കാരണം ഈ കാലഘട്ടം ഇവിടെ കാരണന്മാരിക്കുന്നുണ്ടല്ലോ. എന്തേലും പഴയ കാലത്തിന്റെ അവസ്ഥ, താളും തകരി തിന്നൊരു കാലം ഉണ്ടായിട്ടില്ല നാട്ടില്. നമ്മളൊന്നും തിന്നിട്ടില്ല, നാട്ടുകാർ പറഞ്ഞ, നമ്മളെ വാപ്പാര് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തിന്ന മനുഷ്യന്മാരോട് ഇരിക്കുന്നുണ്ട് പട്ടിണി കൊണ്ട്. എന്തേ ഓർഫനേജുകൾ ഉണ്ടാകാൻ കാരണം? കേരളത്തിൽ വസൂരി പിടിച്ച് കോളറ പിടിച്ച് വാപ്പാര് മരിച്ചു പോയിട്ട് ആ കുട്ടികളെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് എന്ത് ഓർഫനേജുകൾ ഉണ്ടായി. ഇന്ന് ഓർഫനേജിൽ കുട്ടികളെ കിട്ടുന്നുണ്ടോ? ഓർഫനേജിൽ നിന്ന് ഏറ്റവും അനുഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? ഓർഫനേജിൽ കുട്ടികളില്ല എന്നുള്ളതാണ്. അതിനെല്ലാ സഹായമുണ്ട്, അതിന് ഭൂമിയുണ്ട്, ഏക്കർക്കണക്കിന് സംഭവങ്ങളുണ്ട്, പക്ഷെ കുട്ടികളില്ല. എന്തായാലും സംഭവം? ഭക്ഷണത്തിന് പ്രശ്നം ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു സംവിധാനം നാട്ടിലുണ്ട്. അതൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അതിനൊന്നും അല്ല ആൾക്കാർ പൈസ കടം വാങ്ങണമെന്നൊന്നും. മറിച്ച് എന്താ അറിയോ? നോട്ടം മോളുക്കാണെന്നുള്ള നോട്ടം മോളുക്കാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗകക്കും. നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. നമ്മുടെ നിലവാരമുണ്ടല്ലോ, ആ നിലവാരത്തിന് മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ എള്ളി തന്നെ സമാധാനം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഉപയോഗിക്കുന്ന വാഹനം അത് നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ചൊരു വാഹനമായാൽ മതി. അതിനേക്കാളും ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന വാഹനം, ലക്ഷങ്ങൾ ഒരു മാസം വരുമാനം കിട്ടുന്ന ഒരാൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം ഉണ്ടാവും, പുതിയ മാർക്കറ്റിൽ ഇറങ്ങുന്ന കാറുണ്ടാവും. അതിന്മേക്ക് നമ്മൾ നോക്കിയാൽ ഈ വാഹനത്തിന്റെ രസം പോയി. അവരുടെ വീട്ടുമ്പക്ക് നോക്കിയാൽ നമ്മളെ വീട്ടിൽ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ താഴേക്ക് നോക്കി ജീവിച്ചു നോക്കി, നിങ്ങൾക്ക് ഉള്ളോണ്ട് ജീവിക്കാം, സമാധാനത്തോടുകൂടി ജീവിക്കാം. ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം നിങ്ങൾക്ക് അപ്പൊ അതിന്റെ വില അറിയും, അല്ലെങ്കിൽ ആ വില ഉണ്ടാവില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റും. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രയാസം വരുന്നത് വീടാണ്. വീടിനാണ് കേരളത്തിൽ നമ്മൾ ഏറ്റവും ഒരു മനുഷ്യന്റെ ഒരു പുരുഷായുസ് മുഴുവൻ ഒരു വീട് വെക്കാനും സ്ഥലം വാങ്ങാനും ഉപയോഗിക്കേണ്ട ഗതികേടാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ കാശ് വരുന്നത്, അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ? നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ചുള്ള ഒരു പ്ലാനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. മറിച്ച് ആ പ്ലാന് നാട്ടിലുള്ള പ്ലാനും കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താലുള്ള പ്ലാനും അതുപോലെ തന്നെ എഞ്ചിനീയർമാരെ ഏൽപ്പിച്ചാൽ അവരെ കയ്യിലുള്ള പ്ലാനും വെച്ചുകൊണ്ട് നമ്മളെ ബഡ്ജറ്റോട് നമ്മൾ പെരണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പേര് സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാം. അല്ലാതെ നാട്ടിലുള്ള മുഴുവൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് മുഴുവൻ ആളുകളുടെ നിന്നും കാശ് വാങ്ങി ഒരു വീടുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ AC വെച്ച് കിടന്നുറങ്ങിയാൽ ഉള്ളു തണുക്കൂല, എന്നും ചൂടായിരിക്കും. ആ ചൂട് പോകൂല. ഇതെന്തിനാ ജീവിതം? ഇതെന്തിനാ കിടന്നുറങ്ങണത്? ഈ പാലത്തിന് ചുവട്ടിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരല്ലേ പൂർക്കം വലിച്ചു കിടന്നു എത്ര സമാധാനം ഉണ്ടാവുന്നത്? ആ സമാധാനം കൂടി കൊട്ടാരത്തിൽ ഉറങ്ങണമെന്നുണ്ടാവില്ല. എന്തിനായി ഇടങ്ങേറുണ്ടാക്കുന്നത്? അപ്പൊ ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ പിന്നെ ചെയ്യുന്ന ബിസിനസ് 50 ലക്ഷത്തിന്റെ ബിസിനസ്സാണ്. അപ്പൊ ബിസിനസിന്റെ തുടക്കത്തിൽ തന്നെ 40 ലക്ഷം കടമാണ്. ഈ 40 ലക്ഷം വേറെ ആളൊക്കെ വാങ്ങിയിട്ടാണ് ചെയ്യണത്. പിന്നെ അത് പൊട്ടിപ്പോവുകയും ചെയ്താൽ ഈ 40 ലക്ഷം തിരിച്ചു കൊടുക്കാൻ എവിടെ ഉള്ളത്? 10 പൊട്ടിപ്പോയ ആരോടും മറുപടി അറിയണ്ട, അവനെ കാശാണ്. അപ്പൊ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ? കടത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ. മുഹമ്മദ് ബിനു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നബി എഴുന്നേറ്റ് നിന്ന് തല ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി, എന്നിട്ട് നെറ്റിയിൽ കൈവച്ചു പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാദാ നുസ്സില മിനത് തസ്ദീദ്. അല്ലാഹു തന്നെയാണ് പരിശുദ്ധൻ, എത്ര ഗൗരവമുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഇറക്കപ്പെട്ടത്. വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പോയി, സഹാബത്തും പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം റസൂലുള്ളാഹിനെ സഹാബത്ത് കണ്ടപ്പോ അവരെ മനസ്സിൽ ഇതുണ്ട്, റസൂലുള്ളാഹി ഈ പറഞ്ഞു പോയത് ഓർമ്മയുണ്ട്. അവർ പറഞ്ഞു, റസൂലേ നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ എന്തോ ഒരു ഗൗരവമുള്ള വിഷയം നിങ്ങൾക്ക് ഇറക്കപ്പെട്ടു, എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു,
വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു. ആ കാര്യം എന്താണെന്നോ, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു, ഷഹീദായി, സുമ്മ വഹയി, പിന്നെ അയാൾക്ക് ജീവിതം കൊടുത്തു, സുമ്മ ഖുതില, പിന്നെയും അയാൾ ഷഹീദായി, സുമ്മ വഹയി, പിന്നെ അദ്ദേഹം ജീവിതം കൊടുത്തു, സുമ്മ ഖുതില അലൈഹി ദൈനുൻ, പിന്നെ അദ്ദേഹം ഒരു കടക്കാരനായിക്കൊണ്ട് എന്ത് ചെയ്തു, മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു, ഷഹീദായി. അങ്ങനെ കടക്കാരനായി ഷഹീദായതുകൊണ്ട് ആ കടം അയാൾ വീട്ടാർത്തിടത്തോളം കാലം അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നോക്കിങ്ങള്, അതായത് ഷഹീദിന് എല്ലാം പുറത്തു കൊടുക്കും. ഷഹീദായ മനുഷ്യനെ പിന്നെ മയ്യത്ത് കുളിപ്പിക്കൂടിയും വേണ്ട, അങ്ങനെ കൊണ്ടുപോയി പിന്നെ മറമാടാന്നാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പൊ അയാളുടെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കും പടച്ചോ, പക്ഷെ കടം മാത്രം പുറത്തു കൊടുക്കൂല. എന്താ അതിന്റെ ഗൗരവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് അത്ര ഗുരുതരമായ വിഷയമാണ്. ഒരു പ്രാർത്ഥന നോക്കൂ നിങ്ങൾ, അല്ലാഹുവേ പാപത്തെ തൊട്ടുകൊണ്ടും കടത്തെ തൊട്ടുകൊണ്ടും ഞാൻ നിന്നോട് ഇതാ ശരണം ചോദിക്കുന്നു. ഫഖാല ലഹു ഖായിലുൻ, അതാ പറയുന്നവനൊരു പറഞ്ഞു, മാ അക്സറ മാ തസ്തഈദു യാ റസൂലല്ലാഹി മിനൽ മഗ്റമി, അല്ല അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ കടത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ, ആ ഒരു പ്രാർത്ഥനയാണല്ലോ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. കാല അവിടുന്ന് പറഞ്ഞു, ഇന്നർ റജുല, നിശ്ചയമായും ഒരു മനുഷ്യൻ, ഇദാ ഗരിമ, അവൻ കടക്കാരനായാൽ അതിന്റെ കൂടെ സംഭവിക്കുന്നത് എന്താ, ഹദ്ദസ വകഫകദബ, പിന്നെ കളവ് അങ്ങനെ പറഞ്ഞുകൊടുക്കും. എന്തേ കടം വാങ്ങിയോ കളവ് പറയാൻ കാരണം, പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല, അപ്പൊ ഒരു പൊള്ളു പറയും, പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് വേറൊരു പൊള്ളു പറയും, പിന്നെ ഒരു കളവിന്റെ ഒരു പരമ്പര അയാൾക്ക് പറയേണ്ടി വരും. ഓ വാഅദ ഖലഫ, അയാൾ ഉണ്ടാക്കിയ കരാറുകൾ മുഴുവനും അയാൾ ലംഘിക്കും. ഇതൊക്കെ വന്നത് എന്തുകൊണ്ടാ, ഈ അവസ്ഥ കൊണ്ടാണ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ പറഞ്ഞതിന് ചുരുക്കത്രേ ഉള്ളൂ, ഈ പ്രശ്നത്തെ നമ്മൾ അഡ്രസ് ചെയ്യണം, നമ്മളെ വീട്ടിൽ അഡ്രസ് ചെയ്യണം, നമ്മൾ വ്യക്തിപരമായി അഡ്രസ് ചെയ്യണം. എന്നിട്ട് പ്രയാസമുള്ളവരെ സഹായിക്കണം, കടം കൊടുക്കണം, അവരെ ബുദ്ധിമുട്ടിന്ന് രക്ഷപ്പെടുത്തണം. അതിന് കൃത്യമായ മാനദണ്ഡം വേണം. എന്നാൽ അനാവശ്യ കാര്യങ്ങൾക്ക് വലിയ വലിയ കുഴികൾ കുത്തി ലക്ഷങ്ങളുടെ കുഴികൾ ഉണ്ടാക്കുന്ന ആളുകളെ പണം കൊടുത്ത് സഹായിക്കുന്നതിന്റെ മുമ്പ് ആ പ്രശ്നം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൽ നിന്നൊരു മടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ കെടുതി അവർ ദുനിയാവെന്നോ ആഖിറത്തിനോ അനുഭവിക്കേ പറ്റൂ. അല്ലാതെ കുടുംബം മുഴുവൻ അതിന്റെ പിന്നാലെ നടന്നിട്ട് യാതൊരു കാര്യമല്ല. ആളുകൾ മനസ്സുകൊണ്ട് മടങ്ങാൻ തയ്യാറാകണം. എത്ര പാഠങ്ങൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിലും പിന്നെ അനുഭവത്തൊന്നും പഠിക്കലാവാതെ നിർവാഹമില്ല. അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നടക്കണം എന്താന്ന് വെച്ചാൽ, ആളുകൾ പരസ്പരം സഹായിക്കൂല. എന്താ ഇതിന് കാരണം, അത് അനാവശ്യത്തിന് വാങ്ങണം. അങ്ങനെയല്ല, എല്ലാവരും അനാവശ്യത്തിനും നല്ല വാങ്ങണം, കാര്യത്തിന് വാങ്ങുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആ വിഷയം മനസ്സിലാക്കിയിട്ട് നമ്മൾ സഹായിക്കണം. എന്നാലോ ഇതൊന്നും നോക്കാതെ എല്ലാത്തിനും കൊണ്ടുപോയി സഹായിച്ചു കൊടുക്കുക. ഈ ആൾക്കാരെന്താ ഒരു കാലത്തും ഈ പലിശയും പിന്നെ ലോണും പരിപാടി ഒഴിവാക്കൂല. അപ്പൊ ഇത് രണ്ടും അല്ല നമുക്ക് വേണ്ടത്. വസ്തുത മനസ്സിലാക്കി ആളുകളെ സഹായിച്ച് മുന്നോട്ട് പോകണം. കറക്റ്റ് ചെയ്യേണ്ടവരെ കറക്റ്റ് ചെയ്യും വേണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിലും മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ധൂർത്തിന്റെ വഴി എന്ന് പറയുന്നത് പിശാചിന്റെ വഴിയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. വലാ തുബദ്ദിർ തബ്ദീറ എന്ന്, നിങ്ങൾ ഒരിക്കലും അതിര് വിട്ട് ധൂർത്ത് കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്, ദുർവ്യയം ചെയ്യരുത്. കാരണം ഇന്നൽ മുബദ്ദിരീന കാനു യഖ്വാന ശയാതീൻ വകാന ശൈത്വാനു റബ്ബിഹി കഫൂറ എന്നാണ്. നിശ്ചയമായും ഈ ദുർവ്യയം കാണിക്കുന്ന ആളുകൾ അവർ പിശാചിന്റെ മിത്രങ്ങളാണ്, സഹോദരങ്ങളാണ്. പിശാച്ചാകട്ടെ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നവനുമാണ് എന്നാണ്. അപ്പൊ അത് ഇസ്ലാമിന്റെ വഴിയല്ല, ശൈത്താന്റെ വഴിയാണ്. അവസാനം എവിടെ നമ്മൾ എത്തുകയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് ദൂർത്തു വരുന്ന ഏറ്റവും വലിയ വഴി എന്താണെന്ന് വെച്ചാൽ ഒന്ന് വിവാഹമാണ്. വിവാഹത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കടന്നു കയറി ഇന്ന് എത്തി നിൽക്കുന്നത് ഈ ബ്യൂട്ടി പാർലർ സംസ്കാരം എന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നുകൊണ്ട് ഇപ്പൊ കല്യാണ ചെലവിന്, ഭക്ഷണത്തിന് ചെലവഴിക്കുന്ന തുകയേക്കാൾ വലിയ തുകയാണ് ബ്യൂട്ടി പാർലറിൽ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം അത് തുടങ്ങിയത് ആ പുതുവണ്ണിന് ഒരുക്കാനും മാറ്റാനും വേണ്ടിയായി. പിന്നെ അവരുടെ കുടുംബം, അവരുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കായി. ഇപ്പൊ വല്യമ്മ മുതൽ കുടുംബത്തിലെ എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോയി വരി നിന്ന്
എല്ലാവരും പെയിന്റ് അടിച്ച് പുട്ടിയിട്ട് ആണ് വിവാഹത്തിന് വേണ്ടി വരുന്നത്. എത്ര ലക്ഷങ്ങളാണ് മനസ്സിലാവുന്നത്. ഇതിനൊക്കെ മറുപടി എവിടെ പറയുന്നു നിങ്ങൾ ആലോചിച്ചു. ഒന്ന് അതാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസ വിഷയം. നമ്മളെ കൊക്കിൽ ഒതുങ്ങാത്ത വിദ്യാഭ്യാസത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി ചേർത്താൽ നമുക്ക് കഴിയില്ല. ഇന്ന് ലക്ഷങ്ങളാണ് ഓരോ കോഴ്സിന്, പ്രത്യേകിച്ച് വിദേശത്തേക്ക് പറക്കാൻ ഇന്ന് കുട്ടികൾ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ നാടുകൾ, UK പോലുള്ള സ്ഥലങ്ങളിലേക്ക്. ഞാൻ UK പോവുകയാണെന്ന് കുട്ടി വന്ന് പറയണേ, ആ UK പറഞ്ഞേക്കാനുള്ള കാശ് വാപ്പാന്റെ അടുത്തുണ്ടോ എന്ന് കുട്ടി അന്വേഷിക്കണില്ല. അവിടെയൊക്കെ കൃത്യമായ ഇടപെടലും കുട്ടികൾക്ക് കൃത്യമായ മാനദണ്ഡവും നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ വാഹനത്തിന്റെ കാര്യം, വസ്ത്രത്തിന്റെ കാര്യം, മൊബൈൽ ഫോണിന്റെ കാര്യം, ഇവിടെയൊക്കെ ദൂർത്തു വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ദൂർത്തും പൊങ്ങച്ചും ദുനിയാവിനോടുള്ള ആർത്തിയും എവിടെ എത്തിക്കും എന്ന് ചോദിച്ചാൽ മരണചിന്തയിൽ നിന്ന് നമ്മളെ തടയും ചെയ്യും. ശത്രുക്കൾക്ക് നമ്മുടെ മേൽക്കൈ കിട്ടുകയും ചെയ്യുമെന്ന് ഇസ്ലാമിന്റെ ബാലപാഠമാണ്. ഭക്ഷണത്തളികയിലേക്ക് കൈ നീളുന്നത് പോലെ നിങ്ങളുടെ ശത്രുക്കളുടെ കൈകൾ മുസ്ലിം സമുദായത്തിന്റെ നേരെ നീണ്ടുവരുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അന്ന് റസൂലെ ഞങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതായത് ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടുന്ന ഒരു കാലം വരുമ്പോ നമ്മൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ കാല അവിടുന്ന് പറഞ്ഞു, ബല്ലൻതും യൗമഇദിൻ കസീർ, അല്ലല്ല നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാവും. വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, പക്ഷേ ചപ്പ് ചവറുകളെ പോലെയായിരിക്കും നിങ്ങൾ. ഒഴുകിപ്പോകുന്ന വെള്ളത്തിലെ ചപ്പ് ചവറുകളെ പോലെയാകും. വിശ്വാസം ഉണ്ടാവൂല, സംസ്കാരം ഉണ്ടാവൂല, ഇസ്ലാമിയത്ത് ഉണ്ടാവൂല, പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? ശത്രുക്കൾക്ക് ശത്രുക്കളുടെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ച് എന്ത് ചെയ്യും? നിങ്ങളുടെ ഹൃദയത്തിൽ ശത്രുക്കളെ കുറിച്ച് ഭയം അള്ളാഹു ഇട്ടുതരും. മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിലാകട്ടെ നിങ്ങൾക്ക് വഹ്നിട്ട് തരികയും ചെയ്യും. ശത്രുക്കൾക്ക് എന്ത് ചെയ്യും? നമ്മളെ കുറിച്ചുള്ള ഭയമൊക്കെ പോകും. ശത്രുക്കൾക്ക് മുസ്ലിം സമുദായത്തിന് ഒരു ഭയം ഉണ്ടാവില്ല. നമുക്കാകട്ടെ നമ്മുടെ ഹൃദയത്തിൽ വഹ്നിട്ട് തരും. കാല യാ റസൂലുള്ളാഹ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, വമൽ വഹ്ൻ, എന്താ റസൂലെ വഹ്ൻ എന്ന് പറഞ്ഞാൽ? ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടവും മരണത്തോടുള്ള വെറുപ്പും. ദുനിയാവിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ള ഇഷ്ടം, മരണോ പരലോകോ ചിന്തയോ ദീനോ അതൊക്കെ പറയുന്നവരോട് തന്നെ ഒരു ദേഷ്യം, ആ വൈക്കനെ വരാത്ത അവസ്ഥ. ചാടിക്കളിക്കാൻ ലക്ഷങ്ങളല്ലേ ആൾക്കാർ ചെലവാക്കുന്നത്. രാത്രികാലങ്ങളിൽ പണ്ട് യൂറോപ്യൻ നാടുകളിൽ കണ്ടിരുന്ന സാധനം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് വലിയ വലിയ DJ പാർട്ടികൾ നടത്തുന്നത് ഇന്ന് സർവ്വസാധാരണമായിരിക്കും. ഈ കാശൊക്കെ പൊടിച്ചു കളഞ്ഞതിന് എവിടെ നമ്മൾ മറുപടി പറയാം? ഈ വിവാഹ പന്തലുകളിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് എവിടെ മറുപടി പറയും? പിന്നെ എങ്ങനെ പടച്ചോൻ തോഫീക്ക് നമുക്ക് ഉണ്ടാവുക? പള്ളികൾ ഒന്നൊന്നായി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പൊളിച്ച് അതിനുശേഷം മറ്റൊന്നിലേക്ക് വന്ന് കോടതി വിധി വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും പള്ളിയുടെ ബോർഡ് മാറ്റി അവിടെ മറ്റൊരു ആരാധനാലയത്തിന്റെ ബോർഡ് പണിത് ഇന്ന് അവിടെ പൂജ തുടങ്ങിയ ദിവസമാണ്. ഇതൊന്നല്ല, 3000 ചില്ലാനം പള്ളികൾ ലിസ്റ്റിലുണ്ട് എന്നാണ് പറയുന്നത്. നിസ്സംഗമാണ് സമൂഹം. എന്തേ ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒരു പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെട്ടത്? ഇത്തരം ആളുകൾക്ക് അത് ചെയ്യാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി? ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞത്. നിങ്ങൾ മതത്തൊന്നും ഇസ്ലാമൊന്നും ചോർന്നു പോകുമ്പോ, ചപ്പ് ചവറുകളാകുമ്പോ നിങ്ങളെക്കുറിച്ച് ആർക്കും ഒരു വേദന ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല, നിങ്ങളെ ഒരു പേടി ഉണ്ടാവില്ല. എന്നാൽ 300 ചില്ലാനം ആളുകളായിരുന്നു ബദറിൽ ഉണ്ടായിരുന്ന. അവരെ കുറിച്ച് ആയിരക്കണക്കിന് ആളുകളായ ശത്രുക്കൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. അള്ളട്ടൊടുത്ത പേടിയാണ്. നമ്മൾ ക്വാളിറ്റി ഉള്ളവരാകണം, നമ്മൾ നല്ല ബോധമുള്ളവരാകണം. അത് നമ്മുടെ ഈ കാലഘട്ടം നമ്മെ ഏറ്റവും കൂടുതൽ വിളിച്ചറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരുടെയിലും തന്നെ ഇസ്ലാമീയത്ത് നല്ലോണം തിരിച്ചു വരണം, ചെറുപ്പക്കാരായ രീതിയിലേക്ക് കൊണ്ടുവരണം, ചെറുപ്പക്കാർ അനുഭവിക്കുന്ന പ്രശ്നം ചർച്ച ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഫെബ്രുവരി 10-11 മലപ്പുറത്ത് യുവാക്കളെയും യുവതികളെയും മാത്രം വിളിച്ചുകൊണ്ട് അതിന് ബോധവൽക്കരിക്കാൻ ഒരു കോൺഫറൻസ് നമ്മൾ സംഘടിപ്പിച്ചു അതിനു വേണ്ടി. പക്ഷെ എത്ര ആളുകൾക്ക് അതിന് പോകാൻ മനസ്സുണ്ട്? ആലോചിക്കണതൊക്കെ. ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും ആരും ഉണ്ടാവില്ല. പിന്നെ അനുഭവിക്കുമ്പോഴാണ് ആരോരുത്തർ വായ വിളിക്കുക. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധയും ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. നല്ല പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, സമൂഹത്തിന് വേണ്ടി, ദീനിലേക്ക് ആളുകൾ കൃത്യമായി തിരിച്ചു വരാനുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രോഗം ഡയഗ്നോസ് ചെയ്ത ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണമടഞ്ഞ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്നലെ നമ്മളൊരു ജനാസ നമസ്കരിച്ചു. ഇന്നലെ മരണപ്പെട്ട ആ ഉമ്മ, അവരെക്കുറിച്ച് ഈ മഹല്ലിലുള്ള ആർക്ക് ചിന്തിച്ചാലും സ്വന്തം ഉമ്മയെപ്പോലെ അനുഭവപ്പെടുന്ന ഒരു അനുഭവമല്ലാതെ ആർക്കും ഉണ്ടാവില്ല. ഒരു സമയത്തെങ്കിലും അവരോട് നമ്മൾ സംസാരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ ഉമ്മയാണ് എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് നൽകാൻ ആ ഉമ്മക്ക് സാധിച്ചിരുന്നു. ഞാൻ എൻ്റെ ഉമ്മയെ ഏറ്റവും കൂടുതൽ ഓർത്തത് ആ ഉമ്മ മരണപ്പെട്ട ദിവസമാണ്. കാരണം അവരൊക്കെ വലിയ സുഹൃത്തുക്കളായിരുന്നു. അള്ളാഹു അവർക്ക് അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ട് അതിനൊക്കെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. അതിന്റെ പേരിൽ അവരുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് നാളെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വിടവ് കൊണ്ട് അവരുടെ കുടുംബത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.